ഹായ് ഗൈസ്, വെൽക്കം ടു ഇ ഡി വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോവയ്ക്ക തോരനാണ്. എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് കോവയ്ക്ക അങ്ങനെ ചെറുതാക്കിയിട്ട്, അതായത് ഒരു കോവയ്ക്കേനെ 4 കഷ്ണാക്കി 4ആക്കി മുറിച്ചതിന് ശേഷം കുനുകുനാന്ന് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കാം കേട്ടോ. പിന്നെ സവോളയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചാണ്. പച്ചമുളകാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് കേട്ടോ. പച്ചമുളകും കൂടി ഇട്ട് വെച്ചാണ് കേട്ടോ, അരിഞ്ഞ് വെച്ചാണ്. പിന്നെ ഒരു പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാധനങ്ങളെല്ലാം ഇപ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചാലും മതി കേട്ടോ. നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഞാൻ വട്ടത്തിലാട്ടോ അരിഞ്ഞിട്ടാണ്. നീളത്തിലിടുന്നവർക്ക് നീളത്തിലിടാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, നമ്മുടെ സവോളയും പച്ചമുളകും കേട്ടോ. അതിലേക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ പെട്ടെന്ന് വഴലാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി വഴലുന്ന വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. തീ സിമ്മിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുവിധം വഴലുണ്ട്, നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കൊത്തൊക്കെ ഒന്ന് പോയി സവോളയിലൊക്കെ ഒന്ന് ആവാൻ വേണ്ടി ഇതാക്കി കൊടുക്കാം കേട്ടോ. വഴണ്ട് അതിൻ്റെ പച്ചക്കൊത്തൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ തേങ്ങയും കൂടി ഒന്ന് വഴലാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. മിക്സിയിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് ആവാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് ആ പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടി ഇതിലേക്ക് തേങ്ങയുടെ മിക്സിലേക്ക് എല്ലാം ആയിക്കോളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ അത് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് കോവയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചാണ് കേട്ടോ. നമ്മൾ മുന്നാണ് കഴുകണേ. കോവയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്, വിഷാംശമൊന്നുമില്ല. നമ്മൾ മുന്നാണ് കഴുകുക കേട്ടോ. ആരും ഇതിന് ശേഷം കഴുകരുത് കേട്ടോ. അരിയിനേക്കാൾ മുമ്പ് കഴുകിയെടുക്കണേ കണ്ടോ. ഇനി നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കി ഇടുക. ആ ഉപ്പും പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടി നമ്മുടെ കോവയ്ക്കയിലേക്ക് ആവാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ ഒന്നായി കഴിഞ്ഞ് നമുക്ക് തട്ടിപ്പൊത്തി വയ്ക്കാം. തട്ടിപ്പൊത്തി വയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. കൂട്ടി വെച്ചാൽ മതി. എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് മൂടി വയ്ക്കാം കേട്ടോ. സിമ്മിലിട്ടിട്ട് മൂടി വയ്ക്കുക കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വേവ് നോക്കുക. ചിലർക്ക് നന്നായിട്ട് വേവണമായിരിക്കും, ചിലർക്ക് പച്ചക്കൊത്തൊന്ന് പോയി കിട്ടിയാൽ മതി. നന്നായി കുഴയുണ്ടായിരിക്കും. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം കേട്ടോ. കണ്ടോ, നന്നായി ഇതാക്കി കൊടുക്കുക. ഇടയ്ക്കൂടെ നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു ഇത് നമ്മുടെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു ആക്കാറില്ല കേട്ടോ, ഒരുപാട് അങ്ങനെ ഇതാക്കാറില്ല. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട് കേട്ടോ. കോവയ്ക്ക ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്